ഹായ് ഫ്രണ്ട്സ്, പത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷം പറയുകയാണെ എത്രയും പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ പിരിക്കണം എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് അതെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. എൻ്റെ അനിയന് വേണ്ടിയിട്ട് പറയുന്നതല്ല, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം. ഞാൻ പ്രസവം കഴിഞ്ഞ് വരുന്നതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു മറിയണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയും, നീ വിഷമിക്കേണ്ട, എങ്ങനെയെങ്കിലും അതൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും അച്ഛനെ എതിർത്ത് ഞാനൊന്നും പറയില്ല എന്ന് എനിക്കറിയാലോ എന്നൊക്കെ പറയണം. അതെ, അത് തന്നെയാണ് നമ്മൾ മുതലാക്കേണ്ടത്. അച്ഛനെ എതിർത്ത് പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അച്ഛന് തോന്നണം അച്ഛന് വേണ്ടിയിട്ട് എന്തിനും ചെയ്യാറായി നിൽക്കുന്ന ആളാണ് ശ്രീയേട്ടൻ, അത് നമ്മൾ മുതലെടുക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ രണ്ടുപേരും ഫോൺ വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് വിക്രം കൂളി കഴിഞ്ഞ് വരുന്ന സമയത്ത് വേദം ഇങ്ങനെ ചോറൊക്കെ വിളമ്പുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ വിക്രം വേഗം വന്നിട്ട് വേദയുടെ കയ്യിൽ നിന്ന് വേദനോട് ചോദിക്കുന്നത്, നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചോറ് വിളമ്പുന്നു, നിങ്ങൾ ചോറ് വേണമെന്ന് പറഞ്ഞത് അതെ അത് ഞാൻ വിളമ്പിക്കോളാം, എനിക്ക് ചോറ് നീ വിളമ്പണ്ടെന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റ് ഇങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ ശേഷം വിക്രം തന്നെ ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചോറൊക്കെ വിളമ്പാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വേദ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ചോറൊക്കെ വിളമ്പിട്ട് ഇന്നാളത്തെ പോലെ കറി എവിടെയൊന്നും വിളിച്ച് പോകണ്ടെന്ന് പറയാനിട്ട്, അത് നീ ഒളിച്ച് വെച്ചിട്ടല്ലേ ഡി എന്ന് ചോദിക്കാൻ കേട്ടോ. ഒളിച്ച് വയ്ക്കലല്ലേ, പിന്നെ കറിയൊക്കെ അങ്ങോട്ട് ഒളിച്ച് വയ്ക്കല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ വേദ. അപ്പോൾ പറയുന്നു, ഈ കള്ളിയാണ് എനിക്കറിയാം, നീ ഒളിച്ച് വയ്ക്കാൻ നല്ല പിടിക്കുക, ഞാൻ എന്താണ് നിങ്ങൾ ഒളിച്ച് വെച്ചിട്ടുള്ളത്, നീ എന്നാൽ ഫയലെടുത്ത് ഒളിച്ച് വെച്ചിട്ടല്ലേ ഡി ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വന്നത്, പിന്നെ നുഴഞ്ഞു കയറി വരാനിതാ അന്യഗ്രഹമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അന്നേരം വിക്രം പറയുന്നുണ്ട്, ആ ഫയലെടുത്ത് ഒളിച്ച് വെച്ചുകൊണ്ടല്ലേ നീ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നതെന്ന് പറയാനിട്ടോ. ആണെങ്കിൽ നന്നായി പോയുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കറി എവിടെ നിന്ന് അന്വേഷിച്ച് നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദ. അതിനുശേഷം വിക്രം എന്ന് വെച്ചാൽ പറയുന്നുണ്ട്, ചമ്മന്തി എടുത്ത് നോക്കിയിട്ട് പറയും, ചമ്മന്തി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആ കടായി ചിക്കൻ ലോലിപ്പോപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴിച്ചു എന്ന് പറയണ്ട. ഒരു ഓംപ്ലേറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. പിന്നെ നിൻ്റെ ഓംപ്ലേറ്റ് എൻ്റെ പട്ടിക്ക് വേണ്ട, മൃഗങ്ങളെ ഞാൻ അപമാനിക്കാറില്ല എന്നൊക്കെ വേദ പറയും കേട്ടോ. അതിനുശേഷം വിക്രം ഇങ്ങനെ വന്നിരുന്നിട്ട് ആ ചമ്മന്തി കൂട്ടി കഴിക്കുകയാണേ. അപ്പോൾ വേദ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നീ കഴിച്ചോ എന്ന് ചോദിക്കും കേട്ടോ. ഞാൻ കഴിച്ചു. പിന്നെ എന്തിനാണ് ഇവിടെ ഇരുന്ന് കൊതി ഇറക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അതേ, നിങ്ങളിങ്ങനെ കഴിക്കുന്നത് നോക്കിയിരുന്ന് കൊതി ഇറക്കി വെള്ളം ഇറക്കി നിങ്ങൾക്ക് വയറുവേദന വന്ന് നിങ്ങൾ ഹോസ്പിറ്റലാവുന്നത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ സംസാരമൊക്കെ കേട്ട് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്നിട്ട് വിക്രാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ വന്നിരുന്നിട്ട് ആ വഴി നിങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതിന് തന്നെയല്ലേ. പിന്നെ നിങ്ങളെ ഒരു കാര്യം ആലോചിച്ചാൽ മതി, പണ്ടത്തെ പെൺപിള്ളേരാണ് വായിലേക്കുള്ള സ്നേഹത്തിൻ്റെ വഴി വായിലേക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടും പിന്നിൽ കൂടെ നടക്കുന്നത്. അതെ, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ അതിന് കിട്ടൂല എന്നൊക്കെ പറയാനിട്ടോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം, നിങ്ങളൊരു ഏവറേജ് പുരുഷനാണ്, നിങ്ങൾക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല, പോരാത്ത ഒരു ആവശ്യത്തിനുള്ള ഒരു പൊക്കവും ഇല്ല, അത് കോമ്പൻസേറ്റീവ് ചെയ്യാനുള്ള വിവരവും ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇടി എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യമാണ്, ചാടണ്ട എന്ന് പറയാൻ കേട്ടോ. ഇവിടെ ഇരിക്കി, ഇവിടെ ഇത് കഴിക്കാൻ നോക്കുമെന്ന് പറയും കേട്ടോ. എടി നിന്നെ ഞാൻ എന്ന് പറയും കേട്ടോ. അതെ, 3 ഉരുളം കൂടി ആ പ്ലേറ്റിൽ ബാക്കിയുള്ളൂ, ആ 3 ഉരുളയും കൂടി കഴിച്ചതിന് ശേഷം എന്താ അവിടെ പ്ലേറ്റ് കൊണ്ടുവച്ചിട്ട് കഴുകിയിട്ട് കമഴ്ത്തി വെച്ചിട്ട് വേണം പോകാൻ കേട്ടോ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതേ ചോറ് വേസ്റ്റാക്കി കളയേണ്ട, അരിക്കൊക്കെ വലിയ വിലയാണെന്നാണ് മാഷ് പറയുന്നത്, നമുക്ക് പിന്നെ തിന്നൽ മാത്രമാണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകും കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ ആ 3 ഉരുള കറക്റ്റ് വാരി കഴിക്കുകയാണ് നിന്നുകൊണ്ട്. അതിന് ശേഷം വിക്രം പോയിട്ട് സിങ്കിൽ പാത്രം കൊണ്ടുവയ്ക്കും കേട്ടോ. പിന്നെ പെട്ടെന്ന് വേദ തോർത്തിട്ട് പാത്രമൊക്കെ കഴുകി വയ്ക്കുകയാണ്. അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് ചിരിച്ച് വീണ്ടും അവിടെ തന്നെ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, അവൻ നന്നാവും, മാഷ് നോക്കിക്കോ എന്നൊക്കെ ഞാൻ മാഷിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ. മാഷ് ഉറങ്ങുകയാണ്. അതിന് ശേഷം വിക്രം പോകാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ, വേദ എവിടെ എന്നുള്ളത്. കുറേ നോക്കിയിട്ട് കാണാതാകുമ്പോൾ വിക്രം തൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. റൂമിൽ വന്നിരുന്നതിന് ശേഷം ആ ഒരു പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ആ പാട്ടോട് കൂടിയിട്ട് വിക്രം ഇങ്ങനെ വേദനയെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ബെഡ് എടുത്ത് വന്നിട്ട് അവിടെ ഹോളിൽ വിരിച്ചിട്ട് കിടക്കുകയാണ്. ഹോളിലാണെന്നുണ്ടെങ്കിൽ ഫാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വേദ അവിടെ ഇങ്ങനെ കിടന്നിട്ട് വിക്രത്തിനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് അമ്മ അവിടേക്കൊരു ബോക്സും കൊണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ലൈറ്റ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ വേദ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. മോള് ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മയോ എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു ബോക്സ് കൊടുത്തിട്ടതാ, ഇത് മാഷിയുടെ പണ്ടത്തെ ഒരു സ്റ്റുഡൻറ്റ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു കൊടുത്തതാ, മാഷ് ഇതൊന്നും ഉപയോഗിക്കാറില്ല, ഇത് മോൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഫാൻ കേട്ടോ, ബാറ്ററിമേ വർക്ക് ചെയ്യുന്ന ഒരു ഫാൻ കൊടുക്കുകയാണ്. ഇനി ഇത് കണ്ടിട്ട് മാഷ് വഴക്കെങ്ങാനും പറയുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഈ വീട്ടിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് മോൾ ഉപയോഗിക്കുന്നത് എന്നിട്ട് മാഷ് വല്ല വഴക്കും പറഞ്ഞിട്ടുണ്ടോ മോളെ എന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെ മോളോട് ഇത്തിരി അകൽച്ച കാണിക്കുന്നത് വിക്രം കാരണം മോളുടെ ജീവിതം നശിക്കരുതെന്ന് കരുതിയിട്ടാണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതം വഴിയാധാരമായി പോകരുത് എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ്. പക്ഷെ അത് സ്നേഹത്തോട് കൂടി പറയാനായിട്ട് എൻ്റെ മാഷിന് കഴിയൂല.
അതുകൊണ്ടാണ് മോളിങ്ങനെ തെറ്റിദ്ധരിക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അമ്മ പറയും, എന്നാ മോളിത് വെച്ചോ, ഹാളിലെ ഫാൻ നന്നാക്കാൻ ആരുമില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഫാൻ അവിടെ വെച്ചിട്ട് പോവുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ ആ ഫാൻ അവിടെ വെക്കുന്നുണ്ട്. ഈ സമയത്തും വിക്രം വേദയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ കുറിച്ചും ചിന്തിച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെ മനസ്സിലൊരു പ്രണയം തുടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വിനയൻ പത്രം വായിക്കുകയാണ്. ലോട്ടറിയിൽ വല്ലതും ഉണ്ടോടാ എന്ന് വിഷയം ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഒരു 10 രൂപ പോലും. എങ്കിൽ പിന്നെ ആ പേപ്പർ ഇതാ എന്ന് പറയട്ടോ. എന്തിനാ? അല്ല, നിനക്ക് ഈ റിയൽ എസ്റ്റേറ്റും ബിസിനസ്സിൻ്റെ കാര്യവും അതുപോലെ ലോട്ടറി മാത്രമല്ല നോക്കാൻ. വിനയേട്ടന് പിന്നെ വിശ്വേട്ടന് പിന്നെ ലോകകാര്യങ്ങൾ മുഴുവൻ അറിയണമല്ലോ, വലിയ ബിസിനസ് മാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ്. നീ എന്താടാ അതിനെ കളിയാക്കാണ്? കളിയാക്കിയതൊന്നുമല്ല, ഈ സന്യാസിമാർ പോലും തപസ് ചെയ്യുന്നിടത്തൊന്നും അനങ്ങൂല, അവരുടെ മേത്ത് ചെതൽ വന്ന് വീണാലും അവരനങ്ങൂല എന്നൊക്കെ പറയാം കേട്ടോ. ഈ സമയത്ത് വിക്രം അവിടെ നിന്ന് പോണ കാണുമ്പോൾ വിനായകൻ ചോദിക്കുന്നത്, എന്താടാ നിൻ്റെ ആൾക്കാരെ പേടിച്ച് ഇവിടെ ഉള്ളൊരു പുറത്ത് പാള കെട്ടി വെച്ച് നടക്കേണ്ടി വരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രം പറഞ്ഞു, അതെ അത് ഒന്നുമില്ല, അത് ഇന്നലത്തോടു കൂടി അവസാനിച്ച്, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അത് ശരിയാണ്, നീ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുമെന്ന് എനിക്കറിയാമെന്ന് വിനയം പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പണി ഞാൻ എടുക്കുന്നൊക്കെ പറയണം. ഇത് കേട്ടുകൊണ്ട് അമ്മ പറയണത്, കാലത്തെ തുടങ്ങിയോടോ വെല്ലുവിളിയും വീരവാദമൊക്കെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നീ ഒന്നും കൂടി വന്നേ, എനിക്കൊരു കാര്യം പറയാനെന്ന് വിക്രത്തിൽ പിടിച്ച് വലിക്കാൻ കേട്ടോ. അപ്പോൾ വിനായകൻ ചോദിക്കുന്നത്, എന്താ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞൂടെ? പറയാൻ പറ്റില്ല, നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യമാണെന്ന് പറയും കേട്ടോ. അപ്പോൾ വിശ്വം പറയും, അതെ അങ്ങനെയാണെങ്കിൽ ഉപദേശിക്കാനാവും, ചെല്ലടാ അമ്മയുടെ ഉപദേശം കേട്ട് നീ നന്നാവും എന്ന് പറയട്ടോ. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അമ്മയുടെ ഉപദേശം കേട്ട് നന്നായത് തന്നെ വേഗം കൊണ്ടുപോയിട്ടേ കുറച്ച് ഉപദേശിക്കുകയെന്ന് പറയും. അതിനുശേഷം പിന്നീട് വിനായകനോട് പറയുന്ന, ഈ ചായ കുടിച്ചോ, കുറച്ച് വയർത്തതല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം റൂമിലേക്ക് ചെന്നിട്ട് അമ്മ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അമ്മേ എന്താ പറയാനുള്ളത് എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയുകയാണേ വേദന കാര്യം പറയാൻ കേട്ടോ. അതെ, നീ വെറുതെ ആവശ്യമില്ലാതെ ആ കുട്ടീനെ ബുദ്ധിമുട്ടിക്കണോ? ഞാനെന്ത് ബുദ്ധിമുട്ടിക്കണെന്ന് ചോദിക്കട്ടോ. നിനക്ക് കുറച്ചും കൂടെ സ്നേഹത്തോട് കൂടിയിട്ട് അവളോട് പെരുമാറിക്കൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ. സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറാനോ? അതിനവളെൻ്റെ ഭാര്യയാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെൺകുട്ടികളോട് സ്നേഹത്തോട് കൂടി പെരുമാറേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ വഴക്ക് പറയണ്ട. അമ്മ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ കാര്യം പറയേണ്ട കാര്യമുണ്ട്. അവളെ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നത് എന്ന് പറഞ്ഞു. ഒന്ന് പോടാ, എന്തായാലും അവൾ മിടിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അമ്മനെ കൂടി കയ്യിലെടുത്തെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്ന് പറയാം കേട്ടോ. എടാ ഇതൊന്നും കയ്യിലെടുത്ത് പറയേണ്ട കാര്യമൊന്നുമല്ല, ഇതൊക്കെ ഞാൻ കാണുന്നെങ്കിൽ എടുക്കുന്നവളല്ലേ. ഈ അമ്മയുടെ ഒരു ഉപദേശം, ഒരു തള്ള വൈബും കൊണ്ട് വരാതെ പോയേ എന്ന് പറയാൻ കേട്ടോ. എന്തടാ നീ എന്താന്ന് വിളിച്ചത്, തള്ളാന്നോ? അല്ല, ഒരുമാതിരി തള്ളമാരെ പോലെ പറയാതെ ഇരിക്കാനാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അതെ നീ അവൾക്ക് വേതാളം നല്ല പേരിട്ടത്, നീ അത് കാര്യം ആലോചിച്ചോ, ആ പേര് അച്ചട്ടായെന്ന് വിചാരിച്ചാൽ മതി, ജീവിതാവസാനം വരെ നിൻ്റെ കൂടെ അവൾ തന്നെ ഉണ്ടാവും എന്ന് പറയും കേട്ടോ. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനിട്ട് അടുത്ത് പോകാൻ കേട്ടോ. വിക്രം ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇനി രണ്ടുപേരും കൂടി എനിക്ക് എന്തെങ്കിലും പണി തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അമ്മ അങ്ങനെ അവളുടെ കൂട്ടത്തിൽ ചേർന്ന് എനിക്ക് പണിയൊന്നും തരില്ല എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പത്മ എല്ലാവർക്കും ചായ കൊണ്ടുകൊടുക്കുകയാണ്. ചായ എല്ലാവരും കുടിക്കുന്ന സമയത്താണ് അവിടേക്ക് ശ്രീകാന്ത് കയറി വരുന്നത്. ശ്രീകാന്തിനോട് ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്ത് അച്ഛനോട് പറയാണ്, അച്ഛാ നമ്മളിങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. വേദന കാര്യമാണോ പറയുന്നതെന്ന് പറയും. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളായിട്ട് അവൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് എന്നിട്ടും വീണ്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. അതെ ശരിയാണ് അമ്മ പറഞ്ഞത്, ഇനി എന്തിനാണ് അവളെക്കുറിച്ച് സംസാരിക്കുന്നത്? അവളുടെ ഇഷ്ടത്തിന് പോയില്ലേ, പിന്നെ ഇനി എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ വിട്ടാൽ ശരിയാവുമോ അമ്മയെന്ന് ശ്രീകാന്ത് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ദീപ്തി വന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും, വേണ്ട ഈ കാര്യത്തിൽ നിൻ്റെ അഭിപ്രായമൊന്നും വേണ്ടാന്ന് പറയാം. അപ്പം അച്ഛൻ പറയും, മോള് പറഞ്ഞോ, അവൾ പറയട്ടെടാ എന്ന് പറയട്ടോ. അതെ അന്ന് ചേച്ചി ഒരു തീരുമാനം എടുത്ത് കല്യാണം കഴിച്ചപ്പോൾ അന്ന് നമ്മളെതിരൊക്കെ നിന്നു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പോയിട്ട് ഇത്രയും കാലമായില്ലേ, വീണ്ടും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ദുരഭിമാനം കൊണ്ടാണ്. നമ്മുടെ സ്റ്റാറ്റസിനും അന്തസ്സിനും ചേർന്ന ആളല്ല ചേച്ചിയുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ കൊണ്ടാണ്. ഇങ്ങനെയാണ് പല ദുരഭിമാന കൊലകളും ഉണ്ടാവുന്നത്. ചേട്ടനത് മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ അച്ഛനത് മനസ്സിലാവുമല്ലോ. ഇനിയെങ്കിലും ചേച്ചിനെ സ്വസ്ഥമായിട്ട് ജീവിക്കാനായിരിക്കും അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് കയറി ചെല്ലേണ്ട കാര്യമുണ്ടോ? എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ അടിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ പറയും, വേണ്ട ശ്രീകാന്തേ അവൾ അടിക്കണ്ട എന്ന് പറയും കേട്ടോ. എന്നിട്ട് ദീപ്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അച്ഛനാണ് ഇവൾക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത്. അവൾ പറഞ്ഞത് സത്യമല്ലേ ഇടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അച്ഛാ അതല്ല, ഇനിയിപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ അവനെ ജയിലിലാക്കാനൊക്കെ നോക്കിയില്ലേ, എന്നിട്ടും നമുക്കൊന്നും നടന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. ഇനി വിക്രം അവളെ ഉപേക്ഷിച്ചാലോ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ്